ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയതാണ്, അന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് റസൽ ജോയ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസി അന്വേഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചെല്ലാം അങ്ങ് പറയുകയായിരുന്നു. അന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങേക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? നമസ്കാരം. ചരിത്രം ഒളിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ഒരു വട്ടം തകർന്നതാണ്. 1924 വെള്ളപ്പൊക്കം നമുക്കറിയാം. 99 വെള്ളപ്പൊക്കം എന്ന് മലയാളം ഏരിയയിൽ നമ്മൾ പറയും. ആ വെള്ളപ്പൊക്കം കേരളത്തെ മൊത്തം നശിപ്പിച്ച ഒരു വെള്ളപ്പൊക്കമാണ്. അതില് മുല്ലപ്പെരിയാർ ഡാമിന്റെ പങ്ക് വളരെ വലുതാണ്. അത് ചരിത്രം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷെ അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ന്യൂസ് പേപ്പേഴ്സ് എല്ലാം അതെല്ലാം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1924 മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ലൂയിസ് ഗേറ്റ് തകർന്നതുകൊണ്ടാണ് കേരളം മുഴുവനും നശിപ്പിക്കപ്പെട്ട ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പം അതിന് റിപ്പയറിംഗ് ചാർജായിട്ട് അന്ന് 232 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അത് റിപ്പയർ ചെയ്തെടുത്തത്. അപ്പൊ തന്നെ ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഡാം എന്ന് പറയാം, ഒരു മേജർ റീകൺസ്ട്രക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോ ഈ മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്ന് പറയുന്നവർക്ക് വ്യക്തമായ ഒരു മറുപടിയാണ് 1924 വെള്ളപ്പൊക്കവും അതിനെ തുടർന്ന് ഡാമിനുണ്ടായ തകർച്ചയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സുപ്രീം കോടതി റിലൈ ചെയ്തിരിക്കുന്നത് എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് 40 വർഷം മുമ്പുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനുശേഷം ഈ ഡാമിന് എന്തെല്ലാം തകരാറുകൾ പറ്റിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് യാതൊരുവിധ അന്വേഷണമോ പരിശോധനയോ നടന്നിട്ടില്ല. ഈ 80s നടത്തിയ ഈ ഒരു എംപവേർഡ് കമ്മിറ്റി എക്സാമിനേഷനും അതിനുശേഷം ഉണ്ടായ അവരുടെ റിപ്പോർട്ടും അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു മാനിപ്പുലേറ്റഡ് വൺ. അൺഫോർച്ചുനേറ്റ്ലി ഐ ക്യാൻ സേ ഇറ്റ്സ് എ ഫേക്ക് വൺ. അപ്പൊ അതാണ് സംഭവം. അപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, PMF ഫിക്സേഷൻ. അന്ന് PMF ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ തന്നെ നടത്തുന്നത് PMF ഫിക്സേഷനിലൂടെയാണ്. PMF എന്ന് പറഞ്ഞാൽ പ്രോബബിൾ മാക്സിമം ഫ്ലഡ്. PMF ഫിക്സ് ചെയ്യാനായിട്ട് അമേരിക്കയിലാണെങ്കിൽ 10,000 വർഷത്തെ ഫ്ലഡിന്റെ കണക്കാണ് എടുക്കുന്നത്. UK അത് 1000 മുതൽ 3000 വരെ വർഷത്തെ ഫ്ലഡിന്റെ കണക്കാണ് എടുക്കേണ്ടത്, സാധാരണ UK എടുക്കുന്നത്. നമ്മുടെ ഇവിടെ 1943 ഒരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും വലിയ ഫ്ലഡാണ് 1924 ഉണ്ടായത്. അതെടുത്തിട്ടില്ല. 1943 ഫ്ലഡ് എടുത്തുകൊണ്ട് അതാണ് ഒരു മേജർ ഫ്ലഡ് ആയിട്ട് ഈ PMF ഫിക്സേഷന് വേണ്ടി എംപവേർഡ് കമ്മിറ്റിയിലെ ടെക്നിക്കൽ എക്സ്പേർട്സ് കണ്ടെത്തിയത്. അതിന് കുടപിടിക്കാനായിട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷനും ഉണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷനും ഈ ടെക്നിക്കൽ എക്സ്പേർട്സും കൂടി ഒരു ലോവർ PMF ആണ് ഫിക്സ് ചെയ്തത്, 6003 കുമെക്സ്. ശരിക്കും പറഞ്ഞാൽ IIT ഡൽഹി തന്നെ പറയേണ്ട 8862 ആയിരിക്കണം PMF എന്ന്, അത്രയും കുമെക്സ് ആണെന്ന് IIT ഡൽഹി പറയുന്നുണ്ട്. അതിനെയും ഓവർകം ചെയ്തുകൊണ്ട് ഇവര് 6003 കുമെക്സിലാണ് ഫിക്സ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഡാം സേഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലോവസ്റ്റ് PMF ഫിക്സ് ഇപ്പൊ 6003 ക്യുമെക്സ് തന്നെ ഫിക്സ് ചെയ്താൽ തന്നെ ഈ ഡാം 157 അടി പൊക്കം വേണം. 157 അടി പൊക്കം വേണം ഈ 6003 സമ്മതിച്ചാൽ തന്നെ. അതിന് ആ പൊക്കം കൂട്ടാനുള്ള യാതൊരു പണിയും ഇനി ആ ഡാമിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിലവിലുള്ള പൊക്കം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലോവസ്റ്റ് PMF എടുത്തു വെച്ച് ഒരു ഡിറ്റോറേറ്റഡ് ഡാമിനെ സേഫ് ആക്കി വെച്ചിരിക്കുന്നു. അതാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഇതിനെല്ലാം കുട പിടിച്ച ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ PMF ഒക്കെ ഫിക്സ് ചെയ്ത് ഈ ഡാം സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടു നടന്ന ഇന്ത്യയിലെ 50 ഡാമുകൾ തകർന്നു പോയിട്ടുണ്ട്. അതാണ് ഇവര് ഈ മണിപ്പുലേഷനിലൂടെ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ ഡാം എല്ലാം സേഫാണെന്ന് പറഞ്ഞ 50-ലേറെ ഡാമുകൾ ഇന്ത്യയിൽ തകർന്നു പോയി. അപ്പൊ നമ്മൾ ആരെ വിശ്വസിച്ച് ഈ ഡാമിന്റെ അടിയിൽ ജീവിക്കാൻ പറ്റും? നമ്മൾ സുപ്രീം കോടതി വിശ്വസിച്ച എംപവേർഡ് കമ്മിറ്റിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സുപ്രീം കോടതിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എല്ലാ തെളിവും നമ്മുടെ ഒരു മെമ്പറും കൂടി ആ ജസ്റ്റിസ് KT തോമസ് കൂടി എംപവേർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഹൃദയവേദനയോടെ ഓർക്കണം. എന്നിട്ട് പോലും ഒരു നീതിയായിട്ടുള്ള ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് എംപവേർഡ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ROV സ്റ്റഡി എന്ന് വെച്ചാൽ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ച് പരിശോധിക്കുന്ന സ്റ്റഡി, ഇതില് 300ഓളം സാമ്പിൾസ് എടുത്തതിൽ 10-15 സാമ്പിൾസ് മാത്രമേ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളൂ. ROV സ്റ്റഡി എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയെല്ലാം ഈ ഡാം സുറുക്കി പോയിട്ടുണ്ട്, എവിടെയെല്ലാം ക്രിവൈസസ് ഉണ്ട്, പതോൾസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായ സ്റ്റഡി നടത്തിയതാണ് ROV സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ROV സ്റ്റഡിയിൽ 300ഓളം ടെസ്റ്റുകൾ നടത്തി CD എടുത്തതിൽ 10-15 CD മാത്രം സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള CD ഒക്കെ എവിടെ പോയി? നമ്മൾ ചിന്തിക്കണം. ഇത് 1.5 കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട്. 6 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് 4000-ഓളം ഫാക്ടറികൾ ഇതിന്റെ അടിയിലുണ്ട്. അതിൽ തന്നെ ഈഥെയിനും ബെൻസീനും പോലുള്ള വിഷവാതകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട്. കൊച്ചിൻ ഓയിൽ റിഫൈനറി ഉണ്ട്, സദേൺ നേവൽ കമാൻഡ് ഉണ്ട്, നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ട്. ഇതിൽ ഒരു ഫാക്ടറി എങ്ങാനും, ഒരു ഈഥെയിൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫാക്ടറി എങ്ങാനും ഈ കൊളാപ്സ്, മുല്ലപ്പെരിയാർ ഡാമിന്റെ കൊളാപ്സ് കൊണ്ട് നശിച്ചാൽ എന്താ സംഭവിക്കുക? കാറ്റടിക്കുന്നിടത്തുള്ള ജലങ്ങൾ വീഴും. അതിന് കേരളമെന്നോ തമിഴ്നാടെന്നോ കർണാടകമോ ഒന്നും ഉണ്ടാവില്ല. ഭോപ്പാൽ ട്രാജഡി നമ്മുടേതാണ്. എവിടെയൊക്കെ കാറ്റടിച്ചോ അവിടെയൊക്കെ ജനങ്ങൾ വീണു. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു വലിയ ഒരു ദുരന്തമാണത്. മാറിപ്പോകണം. അതിനു വേണ്ടിയുള്ള ഒരു അവസാനത്തെ ശ്രമം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സുപ്രീം കോടതി ഇത് റിലേ ചെയ്തിരിക്കുന്നത് എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടാണ്. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഐ എം ഷേക്കിംഗ് ദ വെരി ഫൗണ്ടേഷൻ ഓഫ് ദ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട്. ഐ എം ഷേക്കിംഗ് ദ വെരി ഫൗണ്ടേഷൻ ഓഫ് ദ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്. എനിക്ക് തോന്നുന്നു ഈ വിഷയം അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു രൂക്ഷമായ വിഷയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലും ഇതിനോടനുബന്ധിച്ചുള്ള ചർച്ചകൾ കേസ് പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇന്ന് ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ പങ്കുചേർന്നതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി. വരും ദിവസങ്ങളിലും ഞങ്ങൾ അങ്ങേ ബന്ധപ്പെടുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. വളരെ നന്ദി ഇന്ന് ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ പങ്കെടുത്തതിന്.